ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. ഐതിഹാസികം. അങ്ങനെ നീണ്ട 17 വർഷങ്ങൾക്ക് ശേഷം ചെപ്പോക്കിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ സ്വന്തം മണ്ണിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ വെന്നിക്കൊടി പാറിച്ചിരിക്കുന്നു. തീർത്തും ഡോമിനേറ്റിംഗ് ആയൊരു വിജയം. കളിയുടെ ഒരു ഫേസിൽ പോലും ചെന്നൈ സൂപ്പർ കിങ്സിനെ മുന്നിൽ കടക്കാൻ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ അനുവദിച്ചില്ല. അതിന്റെ ഫലമാകട്ടെ ചെന്നൈ സൂപ്പർ കിങ്സിന് സ്വന്തം മണ്ണിലേൽക്കുന്ന ഏറ്റവും വലിയ തോൽവി. ഒരു RCB ഫാനായ എനിക്ക് തീർച്ചയായും ഒരുപാട് സന്തോഷം നൽകിയ മത്സരമായിരുന്നു ഇന്നലത്തേത്. ഈ മത്സരത്തിന് മുൻപ് ഞാൻ പങ്കുവച്ച പ്രിവ്യൂ വീഡിയോയിൽ ചെന്നൈ സൂപ്പർ കിങ്സിനായിരുന്നു ഞാൻ നേരിയ മുൻതൂക്കം പ്രവചിച്ചിരുന്നത്. അതിനുള്ള കാരണം രണ്ട് ടീമിന്റെയും സ്പിൻ സ്ട്രെങ്ത് കമ്പയർ ചെയ്യുമ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിനുള്ള മേൽക്കൈയായിരുന്നു. കാരണം ചെപ്പോക്ക് സ്വതവേ സ്പിന്നിനെ പിന്തുണയ്ക്കുന്ന പിച്ചാണ്. എങ്കിലും ഞാൻ ആ വീഡിയോയിൽ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. മിഡിൽ ഓവേഴ്സിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് സ്പിന്നിനെ ഡോമിനേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ കാര്യങ്ങൾ RCBക്ക് അനുകൂലമാവാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് തന്നെ ഇന്നലെ സംഭവിക്കുകയും ചെയ്തു. നമുക്ക് ഇന്നലെ നടന്ന മത്സരത്തെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. തുടർച്ചയായ രണ്ടാം മത്സരത്തിലും ടോസ് നേടിയ CSK ബൗളിംഗ് തിരഞ്ഞെടുക്കുന്നു. ചെപ്പോക്ക് പോലെ ടഫായ പിച്ചുകളിൽ കളിക്കുമ്പോൾ ബാറ്റർമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തേത് പവർ പ്ലേയിൽ തന്നെ നല്ലൊരു സോളിഡ് ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ആ സമയങ്ങളിൽ പന്ത് ഹാർഡ് ആൻഡ് ന്യൂ ആയിരിക്കും. സ്ട്രോക്ക് മേക്കിങ്ങിനെ കുറച്ചുകൂടി പിന്തുണയ്ക്കുന്ന സമയമാണിത്. അതായത് ബാറ്റേഴ്സ് കളിക്കുന്ന ഷോട്ടുകൾക്ക് മികച്ച വാല്യൂ കിട്ടുന്ന സമയം. പിന്നീട് ബോൾ സോഫ്റ്റ് ആവുന്നതിനനുസരിച്ച് സ്കോറിംഗ് ദുഷ്കരമായി മാറും. അതുകൊണ്ട് പവർ പ്ലേയിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു സ്ട്രോങ് ബേസ് ബിൽഡ് ചെയ്തില്ലെങ്കിൽ പിന്നീട് കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാവും. ഇന്നലെ RCBയുടെ ഇന്നിംഗ്സ് നോക്കിയാൽ അവർ പവർ പ്ലേയിൽ നേടിയത് 6 ഓവറിൽ നിന്ന് 54 റൺസാണ്. അങ്ങനെ ഒരു നല്ല സ്കോർ പവർ പ്ലേയിൽ തന്നെ നേടാൻ RCBയെ തുണച്ചത് ഫിൽ സാൾട്ടിന്റെ വെടിക്കെട്ട് ബാറ്റിംഗ് ആണ്. നമുക്കറിയാം ഇന്നലെ വിരാട് കോഹ്ലി തുടക്കത്തിൽ നല്ല സ്ട്രഗ്ലിംഗ് ആയിരുന്നു. അതായത് പിച്ചിന്റെ പേസിനോട് സിങ്ക് ആവാൻ കോഹ്ലിക്ക് നല്ല സമയമെടുത്തു. പതിരാനയുടെ പന്തിലെ ഹെൽമെറ്റിൽ ഒരു നോക്ക് കിട്ടിയതിനു ശേഷമാണ് അടുത്തടുത്ത പന്തുകളിൽ ഒരു സിക്സും ബൗണ്ടറിയും വിരാട് കോഹ്ലി നേടുന്നത്. അതുവരെ 100ലും താഴെയായിരുന്നു വിരാട് കോഹ്ലിയുടെ സ്ട്രൈക്ക് റേറ്റ്. എന്നാൽ ഫിൽ സാൾട്ട് തുടക്കത്തിൽ തന്നെ ആക്രമിച്ചാണ് കളിച്ചത്. ആദ്യ ഓവർ എറിഞ്ഞ ഖലീൽ അഹമ്മദ് നന്നായിട്ട് തന്നെയാണ് ബോൾ ചെയ്തത്. ചെപ്പോക്കിലെ പിച്ചിലുള്ള ആ ഒരു അൺഈവൻ ബൗൺസും ആ ഒരു സീം മൂവ്മെന്റും എല്ലാം മുതലാക്കാൻ ഖലീലിന് കഴിഞ്ഞു, വിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ കൂടി. എന്നാൽ തൊട്ടടുത്ത ഓവറിൽ ഗെയ്ക്വാദ് വിനിയോഗിച്ചത് രവിചന്ദ്രൻ അശ്വിനെയാണ്. അവിടെ ഗെയ്ക്വാദിന് തെറ്റി. നമ്മൾ കൊൽക്കത്തയുമായി നടന്ന RCBയുടെ മത്സരം നോക്കിക്കഴിഞ്ഞാൽ തുടക്കത്തിൽ ഫിൽ സാൾട്ട് ആക്രമിച്ച് കളിച്ചതുകൊണ്ട് വരുൺ ചക്രവർത്തിയെ കൊണ്ടുവരാൻ അജിൻക്യ രഹാനെ നിർബന്ധിതനായി. വരുൺ ചക്രവർത്തി നിലവിൽ 2020-ലെ ഏറ്റവും മികച്ച സ്പിന്നറാണ്. എന്നാൽ ചക്രവർത്തി വന്നപ്പോഴാവട്ടെ ഫിൽ സാൾട്ട് അത് നന്നായി മുതലാക്കുകയും ചെയ്തു. ആ ഓവറിൽ 21 റൺസാണ് ചക്രവർത്തി വഴങ്ങിയത്. ഇന്നലെ അശ്വിന്റെ കാര്യവും വിഭിന്നമായിരുന്നില്ല. ആദ്യ പന്ത് ഒരു ക്യാരം ബോളിന് ശ്രമിക്കുകയും എന്നാൽ ലെങ്ത് കുറച്ച് പിന്നോട്ട് വരികയും ചെയ്തു. ഫിൽ സാൾട്ടിന് അത് തന്നെ ധാരാളമായിരുന്നു. ആ പന്ത് ഫിൽ സാൾട്ട് സിക്സറിന് പറത്തി. അതോടെ ഒരു മികച്ച തുടക്കം ഉണ്ടാവുക എന്ന ലക്ഷ്യത്തിലേക്ക് RCB അതിവേഗം എടുത്തു. ഖലീൽ എറിഞ്ഞ ആ ആദ്യ ഓവറിന് കോംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയൊരു ബൗളർ ചെന്നൈ നിരയിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. ശരിയാണ്, സാം കറൻ പവർ പ്ലേയിൽ 2 ഓവറിൽ 15 റൺസ് മാത്രമേ വഴങ്ങിയുള്ളൂ. എങ്കിലും ആ ഒരു അൺഈവൻ ബൗൺസ് മുതലാക്കാൻ, അതായത് ഡെക്കിൽ ഹാർഡ് ലെങ്തിൽ ഹിറ്റ് ചെയ്യാൻ പറ്റിയൊരു ബൗളർ ചെന്നൈ നിരയിൽ ഉണ്ടായിരുന്നില്ല. അവിടെയാണ് നഥാൻ എല്ലിസിനെ ശരിക്കും മിസ് ചെയ്തത്. ഈ മത്സരത്തിൽ നഥാൻ എല്ലിസിന് പകരം പതിരാനയുമായിട്ടാണ് അവർ ഇറങ്ങിയത്. പതിരാന ആ രീതിയിൽ പവർ പ്ലേയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ബോളർ അല്ല. അങ്ങനെ വന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അൺഈവൻ ബൗൺസും അതുപോലത്തെ ആ ഒരു സീ മൂവ്മെന്റും ഒക്കെ മുതലാക്കാൻ ചെന്നൈ സൂപ്പർ കിങ്സിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെയാണ് രണ്ടാം ഓവർ അശ്വിനെ ഏൽപ്പിക്കേണ്ടി വന്നത്. അശ്വിൻ പവർ പ്ലേയിൽ നന്നായി പന്തെറിഞ്ഞിട്ടുള്ള അങ്ങനെ ചരിത്രമുള്ള ബോളർ തന്നെയാണ്. പക്ഷേ ഇന്നലെ അത് നല്ലൊരു നീക്കമായിരുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ ഫിൽ സാൾട്ട് അത് വേണ്ട വിധം വിനിയോഗിക്കുകയും ചെയ്തു. നൂർ അഹമ്മദിന്റെ കാര്യം നമ്മൾ നേരത്തെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. അതായത് സ്പിന്നിനെ അല്പം പിന്തുണയ്ക്കുന്ന പിച്ച് കിട്ടിയാൽ തന്നെ നൂർ അഹമ്മദ് ഡേഞ്ചറസ് ആവുമെന്ന്. പവർ പ്ലേയിൽ ഫിൽ സാൾട്ടിന്റെ വിക്കറ്റ് നേടിയത് നൂർ അഹമ്മദ് തന്നെയാണ്. അതിന്റെ ക്രെഡിറ്റ് ധോണിക്ക് കൂടി അവകാശപ്പെട്ടതാണ്. കാരണം ഒരു മിന്നൽ സ്റ്റമ്പിംഗ്. കഴിഞ്ഞ മത്സരത്തിൽ സൂര്യകുമാർ യാദവിനെ സ്റ്റംപ് ചെയ്തതിനേക്കാൾ വേഗതയിലാണെന്ന് തോന്നുന്നു ഇന്നലെ ധോണി ഫിൽ സാൾട്ടിനെ സ്റ്റംപ് ചെയ്തത്. ആ ഒരു വിക്കറ്റ് അവിടെ വീണെങ്കിലും പിന്നീട് വന്ന് ദേവ്ദത്ത് പടിക്കലും അറ്റാക്ക് ചെയ്ത് തന്നെയാണ് കളിച്ചത്. ഒടുവിൽ പടിക്കലിന്റെ വിക്കറ്റ് 8ാം ഓവറിൽ അശ്വിൻ വീഴ്ത്തുമ്പോഴേക്കും 8 ഓവറിൽ 75 റൺസ് എന്ന നിലയിലെത്തിയിരുന്നു RCB. ഒരു 180 റൺസ് എന്നത് വിന്നിംഗ് സ്കോറായി മാറിയേക്കാവുന്ന ഒരു പിച്ചിലാണ് 8 ഓവറിൽ അത്രയും ഒരു സോളിഡ് ഫൗണ്ടേഷൻ RCB ബിൽഡ് ചെയ്തത്. പിന്നീടായിരുന്നു ഞാൻ പ്രിവ്യൂവിൽ പറഞ്ഞ മേജർ പോരാട്ടം, രജത് പട്ടിദാർ വേഴ്സസ് CSK സ്പിന്നേഴ്സ്. ഇവിടെ രജത് പട്ടിദാറിന് ഭാഗ്യത്തിന്റെ പിന്തുണ കൂടി ഉണ്ടായിരുന്നു. ജഡേജയുടെ പന്തിൽ പട്ടിദാർ ഔട്ട് ആവേണ്ടതായിരുന്നു. ഒരു സിമ്പിൾ ക്യാച്ച്. എന്നാൽ ആ ക്യാച്ച് ദീപക് കൂടെ ഡ്രോപ്പ് ചെയ്തു. പിന്നീട് 2 ഹാഫ് ചാൻസസ് കിട്ടി. അതും CSKക്ക് മുതലാക്കാനായില്ല. അതിന് വലിയ വിലയാണ് കൊടുക്കേണ്ടി വന്നത്. ഇന്നലത്തെ ആ ഒരു ടഫ് പിച്ചിൽ മികച്ച സ്ട്രൈക്ക് റേറ്റിൽ ഹാഫ് സെഞ്ചുറി നേടാൻ പട്ടിദാറിന് കഴിഞ്ഞു. അത് RCB മികച്ചൊരു സ്കോറിൽ എത്തിക്കുകയും ചെയ്തു. പ്രിവ്യൂ വീഡിയോയിൽ രജത് പട്ടിദാറും CSK സ്പിന്നേഴ്സും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ മറ്റൊരു കാര്യം കൂടി അവിടെ എടുത്ത് സൂചിപ്പിച്ചിരുന്നു. രജത് പട്ടിദാർ ക്രീസിലുണ്ടെങ്കിൽ സ്പിന്നേഴ്സിനെ ഡോമിനേറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ CSKയുടെ സ്പിൻ പ്ലാൻ അതൊരു ഹിറ്റ് ആവും. അതായത് അവരുടെ ആ സ്ട്രാറ്റജിക്ക് ഒരു ഹിറ്റ് കിട്ടും എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിച്ചിരുന്നു. അത് തന്നെ സംഭവിച്ചു. ഇന്നലത്തെ കളി ശ്രദ്ധിച്ചാൽ രവീന്ദ്ര ജഡേജയ്ക്കായാലും രവിചന്ദ്രൻ അശ്വിനായാലും 4 ഓവർ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അതായത് മിക്കവാറും മത്സരങ്ങളിൽ കാര്യങ്ങൾ ശരിയായിട്ട് പോയാൽ 12 ഓവർ സ്പിൻ എറിയുന്ന സ്ഥാനത്ത് ഇന്നലെ വെറും 9 ഓവർ മാത്രമാണ് CSKക്ക് സ്പിൻ ഉപയോഗിക്കാൻ കഴിഞ്ഞത്. ആ 9 ഓവറിൽ തന്നെ RCB 95 റൺസ്, അതായത് പെർ ഓവറിൽ 10 റൺസിന് മേളിൽ സ്കോർ ചെയ്യുകയും ചെയ്തു. അതായത് ആ സ്പിൻ ത്രെറ്റ് അവിടെ നെഗേറ്റ് ചെയ്തു. അവിടെ അവരുടെ തന്ത്രങ്ങൾ പാളുകയും ചെയ്തു. പട്ടിദാറിന്റെ കാര്യം പറയുമ്പോൾ സ്പിൻ ബൗളേഴ്സിന്റെ ലൈനിലായാലും ലെങ്തിലായാലും
ചെറിയൊരു ബ്ലിപ്പ്, വളരെ ചെറിയൊരു എറർ വന്നാൽ തന്നെ പട്ടിദാർ അത് സിക്സറിന് പറത്തും. വളരെ നല്ല ഫോമിലായിരുന്ന നൂർ അഹമ്മദിനെയും പിന്നീട് വന്ന ജഡേജയും ഒക്കെ പട്ടിദാർ സിക്സറിന് പറത്തിയത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ കളി മുന്നോട്ട് പോയി. മികച്ച രീതിയിൽ സ്കോറിംഗ് തുടരാനും RCBക്കായി. നൂറിന്റെ പന്തിൽ തന്നെ പിന്നീട് വിരാട് കോഹ്ലി പുറത്തായി. അത് കഴിഞ്ഞ് വന്ന ലിവിങ്സ്റ്റൺ ഒരു സിക്സ് അടിച്ചെങ്കിലും പിന്നീട് കാര്യമായൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നീട് ജിതേഷ് വന്നു. ജിതേഷ് വെറും 12 റൺസ് എടുത്തുള്ളൂ. പക്ഷെ അത് 6 പന്തുകളിൽ നിന്നാണ് ജിതേഷ് എടുത്തത്. അതായത് ഒരു ക്യുക്ക് കമ്മിയോ. പിന്നീട് ടിം ഡേവിഡ് വന്നു. ഈ RCB ഇന്നിംഗ്സ് എടുത്താൽ CSKക്ക് അല്പമെങ്കിലും ഒരു ആശ്വാസം കിട്ടിയത് 14 എറിഞ്ഞ 19ാം ഓവറിലാണ്. വെറും 1 റൺസ് മാത്രമാണ് RCBക്ക് ആ ഓവറിൽ സ്കോർ ചെയ്യാൻ കഴിഞ്ഞത്. കൂടാതെ 2 വിക്കറ്റ് വീഴ്ത്താനും 14ക്കായി. അവസാന ഓവറിലെ ആദ്യ 2 പന്തുകളും ടിം ഡേവിഡിന് കണക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ആ സമയത്ത് ഒരു സ്ട്രോങ് ഫിനിഷെങ്കിലും CSKക്ക് ലഭിക്കുമെന്ന് അവരുടെ ആരാധകർ പ്രതീക്ഷിച്ചു കാണണം. എന്നാൽ ടിം ഡേവിഡിന് മറ്റു പ്ലാനുകൾ ഉണ്ടായിരുന്നു. ആദ്യ 2 പന്തുകൾ ഡോട്ട് ബോളുകളായെങ്കിൽ പിന്നീട് തുടർച്ചയായി 3 സിക്സറുകൾ. RCBയുടെ സ്കോർ 196. 180 എന്നൊരു സ്കോർ വിന്നിംഗ് സ്കോർ ആയേക്കാവുന്ന പിച്ചിലാണ് അവർ 16 റൺസ് അധികം സ്കോർ ചെയ്തത്. ആ ഒരു സ്ട്രോങ് ഫിനിഷോടുകൂടി RCBയുടെ കോൺഫിഡൻസ് ഒന്നുകൂടി ഉയരുകയും ചെയ്തു. ബാറ്റിംഗ് ടഫായ ആ പിച്ചിൽ 197 ഒട്ടും എളുപ്പമുള്ള ഒരു ടാർഗറ്റ് ആയിരുന്നില്ല. പവർ പ്ലേയിൽ മികച്ചൊരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്താൽ മാത്രം, അതിവേഗം ആ സമയത്ത് സ്കോർ ചെയ്താൽ മാത്രമേ അവർക്ക് ആ ഒരു സ്കോർ ചേസ് ചെയ്യാൻ കഴിയൂ. അത് CSKക്കും അറിയാമായിരുന്നു. എന്നാൽ RCBയുടെ ഓപ്പണിംഗ് ബൗളേഴ്സായ ജോഷ് ഹേസൽവുഡും ഭുവനേശ്വർ കുമാറും CSK അനങ്ങാൻ അനുവദിച്ചില്ല. ഹേസൽവുഡിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, അത്രയും ആക്യുറേറ്റ് ആയ ബോളറാണ് ഹേസൽവുഡ്. ഒരേ ലെങ്കിൽ തന്നെ വീണ്ടും വീണ്ടും എറിഞ്ഞ് പുള്ളിയുടെ ഹൈറ്റ് കാരണം കിട്ടുന്ന ഒരു അണീവൻ ആ ഒരു ബൗൺസ് കൂടി ആകുമ്പോൾ ബാറ്റേഴ്സിനെ നന്നായിട്ട് ട്രബിൾ ചെയ്യാൻ ഹേസൽവുഡിന് കഴിയും. അത് തന്നെയാണ് ഇന്നലെ സംഭവിച്ചത്. ഓരോ ഓവറിൽ തന്നെ 2 വിക്കറ്റുകൾ. ഇപ്പോൾ ത്രിപാഠിയുടെയും ഗെയ്ക്വാദിന്റെയും വിക്കറ്റ് വീണ ആ രീതി നിങ്ങൾ പരിശോധിച്ചാൽ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് ബോധ്യമാവും. കാരണം ആ ഒരു ബൗൺസ് ഹേസൽവുഡ് ജനറേറ്റ് ചെയ്യുന്ന, കൺസിസ്റ്റന്റ് ആയിട്ട് ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു ബൗൺസ്, അത് കാരണമാണ് ആ പുള്ളിന് ശ്രമിച്ച് 2 പേരും ഔട്ടായത്. അതോടെ വലിയൊരു സ്കോർ ചേസ് ചെയ്യാൻ ഇറങ്ങിയ CSK തുടക്കത്തിലെ തന്നെ സമ്മർദ്ദത്തിലായി. ഭുവനേശ്വർ കുമാർ തന്റെ 3ാമത്തെ ഓവർ കൂടി ആ പവർ പ്ലേയിൽ തന്നെ എറിയുകയും ദീപക് ഹൂഡയുടെ വിക്കറ്റ് വീഴ്ത്തുകയും ചെയ്തു. പവർ പ്ലേ കഴിഞ്ഞപ്പോൾ CSKയുടെ സ്കോർ 30-3. RCB 54 റൺസ് നേടിയ സ്ഥാനത്ത് CSKക്ക് വെറും 30 റൺസ്, അത് 3 വിക്കറ്റ് നഷ്ടത്തിൽ 30 റൺസ് മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ. പതിയെ മത്സരം CSKയുടെ കൈപ്പിടിയിൽ നിന്ന് അകന്നു തുടങ്ങുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് കൃത്യമായ പ്ലാനിങ്ങോടെ ബോൾ ചെയ്ത RCBക്ക് മുന്നിൽ യാതൊരുവിധ വെല്ലുവിളികളും ഉയർത്താൻ CSKക്കായില്ല. രചിൻ രവീന്ദ്രയും ശിവം ദുബെയും ചേർന്ന് CSK കരകയറ്റുമെന്ന ഒരു നേരിയ പ്രതീക്ഷ CSK ആരാധകർക്ക് ഉണ്ടായിരുന്നെങ്കിലും യശ് ദയാൽ ആ ഒരൊറ്റ ഓവറിൽ ആ പ്രതീക്ഷകളും തകർത്തു. 2 പേരെയും യശ് ദയാൽ പുറത്താക്കി. അതിനുശേഷം RCB എത്ര റൺസിന് ജയിക്കുമെന്ന് മാത്രമായിരുന്നു അറിയാനുണ്ടായിരുന്നത്. 9ാമനായി ഇറങ്ങിയ ധോണി അവസാന ഓവറിൽ കൃണാൽ പാണ്ഡ്യയെ 2 സിക്സും 1 4ഉം അടിച്ചെങ്കിലും അതൊന്നും CSK RCBയുടെ സ്കോറിന് അടുത്തെത്തിക്കാൻ പോകുന്നതായിരുന്നില്ല. ആ ഒരു ബിഗ് ഹിറ്റിംഗ് വന്നപ്പോഴേക്കും സമയം ഏറെ വൈകിപ്പോയിരുന്നു. ഒടുവിൽ 17 വർഷങ്ങൾക്ക് ശേഷം RCBക്ക് ചെപ്പോക്കിൽ ഒരു വിജയം. അതും CSKയുടെ ചരിത്രത്തിലെ തങ്ങളുടെ ഹോം ഗ്രൗണ്ടിലെ ഏറ്റവും വലിയ തോൽവി. മിഡിൽ ഓവേഴ്സിൽ കളി നിയന്ത്രിച്ച രജത് പട്ടിദാർ തന്നെയാണ് മാൻ ഓഫ് ദ മാച്ചും. ഈഡൻ ഗാർഡൻസിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്തയ്ക്കെതിരെ നേടിയ ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ജയവും 17 വർഷങ്ങൾക്ക് ശേഷം ചെപ്പോക്കിൽ നേടിയ ഈ വിജയവുമൊക്കെ RCBയുടെ കോൺഫിഡൻസ് വല്ലാതെ ബൂസ്റ്റ് ചെയ്യും. എന്നാൽ CSKയുടെ കാര്യത്തിലേക്ക് വന്നാൽ അവർക്ക് അത്ര ശുഭകരമല്ല കാര്യങ്ങൾ. CSKയുടെ ടീം അനാലിസിസ് വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവർ ഈ ടീമിനെ ബിൽഡ് ചെയ്തിരിക്കുന്നത് തന്നെ ചെപ്പോക്കിന് വേണ്ടിയാണ്. ചെപ്പോക്കിലെ സ്ലോ പിച്ചുകളിൽ എതിരാളികളെ പരമാവധി ഡോമിനേറ്റ് ചെയ്യുക, അതായത് ആ സ്പിൻ ഹോൾഡിൽ വരിഞ്ഞു മുറുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അശ്വിൻ, ജഡേജ, നൂർ അഹമ്മദ് ഈ 3 പേരെ വെച്ചിട്ട് അവർ ആ ഒരു ബോളിംഗ് യൂണിറ്റ് ഫോം ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇന്നലെ അവർ തോറ്റത് ചെപ്പോക്കിലാണ്. ചെപ്പോക്കിൽ 7ൽ 5 കളിയെങ്കിലും ജയിച്ചാൽ മാത്രമേ അവർക്ക് പ്ലേ ഓഫ് സ്വപ്നം കാണാൻ കഴിയൂ. കാരണം പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ, അതായത് ഹൈദരാബാദ്, കൊൽക്കത്ത, ബാംഗ്ലൂർ, മുംബൈ, അവിടെയുള്ള സ്റ്റേഡിയങ്ങളൊക്കെ റൺസ് ഒഴുകുന്ന പിച്ചാണ്. അങ്ങനെയുള്ള പിച്ച് വരുമ്പോൾ അവിടെ ഒരു ഹാർഡ് ഹിറ്റിംഗ് എബിലിറ്റി ഉള്ള ബാറ്റേഴ്സ് ഇവർക്കില്ല. അങ്ങനെയുള്ള പിച്ചിൽ റൺസ് നിയന്ത്രിക്കാനായാലും എതിരാളികളെ റെസ്ട്രിക്റ്റ് ചെയ്യാനും പറ്റിയ ഒരു പേസ് ബോളിംഗ് അറ്റാക്കും ഇവർക്കില്ല. ഇവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് സ്പിന്നാണ്. അതിനെ പിന്തുണയ്ക്കുന്നത് ചെപ്പോക്കാണ്. അടുത്തത് ഇവർ പോകുന്നത് ഗുവാഹത്തിയിലേക്കാണ് രാജസ്ഥാൻ റോയൽസിനെതിരെ മത്സരിക്കാൻ. അപ്പോൾ അവിടെ പിന്നെയും ഇവരുടെ ഒരു ശൈലിക്ക് അനുയോജ്യമായ പിച്ചാണ്. അതിനുശേഷം മറ്റ് എവേ മാച്ചസിലേക്ക് പോകുമ്പോൾ ഈ ഒരു ലൈനപ്പ് വെച്ച് പണി കിട്ടാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ ആ ടീം അനാലിസിസ് വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു. ഈ ലൈനപ്പ് നോക്കിയാൽ ഇപ്പോൾ ഓപ്പണിംഗ് ഇറങ്ങുന്നത് രാഹുൽ ത്രിപാഠിയാണ്. ത്രിപാഠി ശരിക്കും പറഞ്ഞാൽ ത്രിപാഠിയുടെ മികച്ച പെർഫോമൻസ് ഉണ്ടായിട്ടുള്ളത് 1 ഡൗണിലാണ്. അപ്പോൾ ഗെയ്ക്വാദ് ആണെങ്കിൽ മികച്ച ഓപ്പണർ കൂടിയാണ്. അപ്പോൾ ഇവർക്ക് ഈ സ്വാപ്പ് നടത്താവുന്നതേ ഉള്ളൂ. ഈ കഴിഞ്ഞ 2 മത്സരങ്ങളും ത്രിപാഠി സ്ട്രഗിൾ ചെയ്യുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് ഗെയ്ക്വാദ് വീണ്ടും രച്ചിന്റെ കൂടെ ഓപ്പൺ ചെയ്തിട്ട് ത്രിപാഠിയെ 1 ഡൗൺ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഇപ്പോൾ നമ്മുടെ ത്രിപാഠിയുടെ കോൺഫിഡൻസ് ഹിറ്റായിരിക്കുകയാണ്. 2 മത്സരത്തിലും താൻ പരാജയപ്പെട്ടു. ഇനിയും 1-2 മത്സരങ്ങളിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ ടീമിലെ സ്ഥാനം തന്നെ ഒരു ചോദ്യചിഹ്നമായേക്കാം. അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ രാഹുൽ ത്രിപാഠി എത്രയും പെട്ടെന്ന് തന്റെ 1 ഡൗൺ പൊസിഷനിലേക്ക് മടങ്ങിയെത്തുകയും ഗെയ്ക്വാദ് തന്റെ സ്ലോട്ടായ, അതായത് ഗെയ്ക്വാദ് ഏറ്റവും നല്ല പെർഫോമൻസ് തന്നിട്ടുള്ളത് ഓപ്പണിംഗിലാണ്, അതിലേക്ക് ഗെയ്ക്വാദ് തിരികെ പോവുകയും ചെയ്താൽ ആ ടോപ്പ് 3 കുഴപ്പമില്ലാതെ പോകും. പക്ഷേ മിഡിൽ ഓർഡർ ദീപക് ഹൂഡ ഒട്ടും ഫോമിലല്ല. പൊട്ടൻഷ്യൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്നാൽ ആ പൊട്ടൻഷ്യലിനെ സാധൂകരിക്കുന്ന പെർഫോമൻസ് ഒന്നും ഈ അടുത്തൊന്നും ദീപക് ഹൂഡയുടെ ബാറ്റിൽ നിന്നും ഉണ്ടായിട്ടില്ല. പിന്നീട് അവർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു പ്ലെയർ എന്ന് പറയുന്നത് വിജയ് ശങ്കറാണ്. വിജയ് ശങ്കർ അവർ ട്രൈ ചെയ്യുമെന്ന് അറിയില്ല. പിന്നീടുള്ള യങ് പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് റഷീദ് ഉണ്ട്. പക്ഷേ ഷെയ്ഖ് റഷീദ് ഒരു ഓപ്പണറാണ്.
under-19 കളിച്ചൊരു പ്ലെയറാണ്. അതുപോലെ ആന്ദ്രേ സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ട്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ചിലപ്പോൾ അവർക്ക് ട്രൈ ചെയ്യേണ്ടി വന്നേക്കാം. പിന്നീട് സാം കറൻ ഇന്നലെ ആദ്യത്തെ 2 ഓവർ നന്നായിട്ട് എറിഞ്ഞു, പക്ഷേ പിന്നീട് എക്സ്പെൻസീവ് ആയി. ഒടുവിൽ 4 ഓവറിൽ 47 റൺസ് വഴങ്ങി. ചെന്നൈ പോലൊരു ടഫ് പിച്ചിൽ 4 ഓവറിൽ 47 റൺസ് സാം കറൻ വഴങ്ങി. ബാറ്റിങ്ങിലും കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ സാം കറനെ വേണമെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ ട്രൈ ചെയ്യാവുന്നതാണ്. സാം കറൻ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ബൗളിംഗ് ഓൾറൗണ്ടർ ആയിട്ടല്ല, ബാറ്റിംഗ് ഓൾറൗണ്ടർ ആയിട്ടാണ് സാം കറൻ കളിക്കുന്നതെന്ന് തോന്നുന്നു. കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലെ മത്സരങ്ങൾ നോക്കിയാൽ സാം കറൻ ബൗളിങ്ങിനേക്കാൾ ഒന്നുകൂടെ ബാറ്റിങ്ങിലാണ് മികച്ച് നിൽക്കുന്നത്. അല്ലാതെ 2022 കണ്ട പോലെ ആ ഒരു ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഒരുപോലെ മികച്ച് നിൽക്കുന്ന സാം കറൻ അല്ല ഇപ്പോഴുള്ളത്. അപ്പോൾ ഈ മിഡിൽ ഓർഡർ പ്രശ്നമാണ്. പിന്നീട് ധോണി 9ാം സ്ഥാനത്ത് ഇറങ്ങുന്നത്. ധോണി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഇന്നലെ ആയാലും അത്യാവശ്യം നല്ലൊരു ഇന്നിങ്സ് തന്നെയാണ് ധോണി കളിച്ചത്. പക്ഷേ ലേറ്റ് ആയിപ്പോയി. 9ാമത് ഇറങ്ങുന്ന ധോണിയെ കൊണ്ട് CSKക്ക് കാര്യമായിട്ട് ഒരു ഉപയോഗം ഉണ്ടാവില്ല. ഇപ്പോൾ ടോപ്പ് ഓർഡർ ഹെവിയാണ്, മിഡിൽ ഓർഡർ ഹെവിയാണ്, എല്ലാവരും നന്നായിട്ട് ബാറ്റ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, ധോണി 9ാമത് ഇറങ്ങിയാലും കുഴപ്പമില്ല. പക്ഷേ ഇതുപോലൊരു വളരെ ബ്രിറ്റിലായിട്ടുള്ള മിഡിൽ ഓർഡറിൽ അവരുടെ വിക്കറ്റ് കീപ്പർ ബാറ്റർ 9ാമത് ഇറങ്ങുക, അതായത് അശ്വിനും ഇറങ്ങിക്കഴിഞ്ഞ് 9ാമത് ഇറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു ടീം എന്ന നിലയിൽ CSK ഹെൽപ്പ് ചെയ്യില്ല. ഇന്നലെ തന്നെ ധോണി അവസാന ഓവറിൽ കളിച്ചത് ഒരു 4 ഓവർ മുമ്പായിരുന്നെങ്കിൽ, ഒരു 15-16 ഓവറിലായിരുന്നെങ്കിൽ ഒരു പക്ഷേ CSK ജയിച്ചില്ലെങ്കിൽ പോലും ആ ഒരു മാർജിൻ ഓഫ് ഡിഫീറ്റ് കുറയ്ക്കാമായിരുന്നു. 50 റൺസിന് തോറ്റ സ്ഥാനത്ത് ചിലപ്പോൾ ഒരു 20 റൺസിനോ 15 റൺസിനോ ഒക്കെ CSK തോക്കുള്ളായിരുന്നു. അങ്ങനെ വരുമ്പോൾ നെറ്റ് റൺ റേറ്റിന് അത്രയും ഒരു ഹിറ്റ് കിട്ടില്ല. ഇപ്പോൾ സീസണിന്റെ തുടക്കമാണ്, ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിക്കാം എന്നൊക്കെ ഇപ്പം പറയും. പക്ഷേ കഴിഞ്ഞ സീസൺ നോക്കിക്കഴിഞ്ഞാൽ ആ RCB CSK പോരാട്ടം, ചിന്നസ്വാമിയിലുള്ള പോരാട്ടം എപ്പിക്കാവാൻ കാരണം ഈ നെറ്റ് റൺ റേറ്റിന്റെ കളിയാണ്. അതുകൊണ്ടാണ് അത് അത്രയും ഇന്റൻസ് ആയ ഒരു പോരാട്ടമായി മാറിയതും. ആ ഒരു RCB ഇത്ര റൺസിനാണ് അവിടെ ജയിച്ചു, ആ ഒരു മാർജിനിൽ തോൽപ്പിച്ചു എന്നതുകൊണ്ടാണ് കടന്നത്. അപ്പോൾ ഈ മത്സരത്തിൽ ആ ഒരു മാർജിൻ കുറച്ചിരുന്നെങ്കിൽ തീർച്ചയായും ഹെൽപ്പ് ചെയ്യും. കഴിഞ്ഞ സീസണിലെ അതേ സിറ്റുവേഷൻ ആണ്. ഇതൊരു ഭയങ്കര കോമ്പറ്റീറ്റീവ് ലീഗാണ്. എല്ലാം മികച്ച ടീമുകളാണ്. നമ്മൾ ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബോളിംഗ് അറ്റാക്ക് ആണ്. ഇവരെ ഇപ്പം 300 അടിക്കും എന്ന് പറഞ്ഞ LSG പോലും SRHനെ തോൽപ്പിച്ചു. അങ്ങനെ വരുമ്പോൾ ലീഗ് കൂടുതൽ ടഫാവും. അവസാനം നെറ്റ് റൺ റേറ്റിന്റെ കളി എന്തായാലും ഉണ്ടാവും. അപ്പോൾ ധോണി കുറച്ച് നേരത്തെ ഇറങ്ങിയിരുന്നെങ്കിൽ, ഇന്നലെ കളിച്ച ആ ഒരു കളി തന്നെ ഒരു 3-4 ഓവർ മുമ്പ് എടുത്തിരുന്നെങ്കിൽ ഇനി ജയിച്ചില്ലെങ്കിൽ കൂടി നെറ്റ് റൺ റേറ്റ് സേവ് ചെയ്യാമായിരുന്നു. ഇവിടെ അത് സംഭവിച്ചില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഒരിക്കലും 9ാം സ്ഥാനത്ത് ഇറങ്ങുന്നത് ടീമിന് ഗുണം ചെയ്യില്ല. ഇപ്പോൾ ചിലപ്പോൾ ചില ഫാൻസ് അംഗീകരിക്കില്ല, ആ ധോണി അവസാന ഓവറിൽ അടിച്ചല്ലോ, ധോണിയുടെ സ്കോർ നോക്കുമ്പോൾ 16 ബോളിൽ 30, സ്ട്രൈക്ക് റേറ്റ് ഒരു 190 ഉണ്ടല്ലോ എന്നൊക്കെ പറയാം. പക്ഷേ അതുണ്ട്, അത് തന്നെ മതി. പക്ഷേ അത് ചെയ്യേണ്ടത് കുറച്ചുകൂടെ നേരത്തെയാണ്. അതായത് ഡിലേ ആകും തോറും ടീമിന്റെ ചാൻസസ് ഹിറ്റാവും. ഇനി അവസാനം നമുക്ക് ഹൈലൈറ്റ് റീൽ കാണിക്കുമ്പോൾ ധോണിയുടെ മികച്ച 2-3 ഷോട്ടുകൾ കാണാം എന്നല്ലാതെ അത് ടീമിന് ഗുണം ചെയ്യില്ല. ഈ സെയിം ഷോട്ട് തന്നെ ഒരു 16ാമത്തെ ഓവറിൽ കളിച്ചിരുന്നെങ്കിൽ, ആ സമയത്ത് ഇറങ്ങിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ടീമിനെ ഹെൽപ്പ് ചെയ്തേനെ. ഇനി മത്സരം വിജയിച്ചില്ലെങ്കിൽ പോലും ടീമിനെ ഹെൽപ്പ് ചെയ്തിരുന്നേനെ. അപ്പോൾ അതുകൊണ്ട് അവരത് സോർട്ട് ചെയ്തേ പറ്റുള്ളൂ. 9ാം സ്ഥാനത്ത് ഇറങ്ങുന്ന ധോണിയല്ല അവർക്ക് വേണ്ടത്. അതിനർത്ഥം മിഡിൽ ഓർഡറിൽ പോയി 4-5 കളിക്കാനല്ല, അറ്റ്ലീസ്റ്റ് ഒരു 7 ധോണി ഇറങ്ങിക്കഴിഞ്ഞാൽ, ധോണി ഇന്നലെ ചെയ്ത പെർഫോമൻസ് തന്നെ മതി. പക്ഷേ അതൊരു 7ാം നമ്പറിലെങ്കിലും ചെയ്തില്ലെങ്കിൽ കാര്യങ്ങൾ കഷ്ടമാവും. ഇനി ബോളിംഗിലേക്ക് വന്നാൽ ഇന്നലത്തെ ആ ഒരു പിച്ചിൽ അവർക്ക് സ്യൂട്ട് ആവുന്നത് പതിനാനെ അല്ലായിരുന്നു, നഥാൻ എല്ലിസ് തന്നെ ആയിരുന്നു. ഇനി പറയാം, 19ാം ഓവറിൽ പതിനാന 1 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 2 വിക്കറ്റ് എടുത്തു. അതൊരു മികച്ച പെർഫോമൻസ് അല്ലേ എന്ന് ചോദിക്കാം. അതെ, ശരിയാണ്. 19ാം ഓവർ മികച്ച രീതിയിൽ തന്നെ പതിനാന ബോൾ ചെയ്തു. നിങ്ങൾ RCBയുടെ കാര്യം നോക്കൂ. ആ ഒരു പവർ പ്ലേയിൽ ജോഷ് ഹേസൽവുഡും ഭുവനേശ്വർ കുമാറും ആ ഒരു ടാൻഡത്തിൽ ആ ഒരു പിച്ചിനെ നന്നായി യൂട്ടിലൈസ് ചെയ്തു. ആ ഒരു ലെങ്തിനെ, അവിടുത്തെ ആ ഒരു ബൗൺസിനെ എല്ലാം കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ട് എതിർ ബാറ്റർമാരെ വരിഞ്ഞു കിട്ടി. ഇവിടെ സംഭവിച്ചത് ഖലീൽ അഹമ്മദ് അത്യാവശ്യം നന്നായിട്ട് ബോൾ ചെയ്തു. തൊട്ടടുത്ത ഓവർ വന്നപ്പോൾ അശ്വിനെ അവർ എടുത്തിട്ട് അടിക്കുകയും ചെയ്തു. അപ്പോൾ ആ സമയത്ത് എല്ലിസ് ആയിരുന്നെങ്കിൽ, എല്ലിസിന് ബാക്ക് ഓഫ് ദ സ്ലോവർ ബോൾസും അങ്ങനെ കുറച്ച് വേരിയേഷൻസ് ഒക്കെ ഉള്ള ബോളറാണ്. ആ ഒരു ഹാർഡ് ലെങ്ത് കൺസിസ്റ്റന്റ് ആയിട്ട് ഹിറ്റ് ചെയ്യാൻ കഴിവുള്ള ബോളറാണ് എല്ലിസ്. ബിഗ് ബാഷ് ലീഗ് നേടിയ ഹൊബാർട്ട് ഹൂറിക്കൻസിന്റെ ക്യാപ്റ്റൻ കൂടിയാണ്, നല്ല പെർഫോമറാണ്. അപ്പോൾ എല്ലിസ് ആ സ്ഥാനത്ത് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവരെ ഇന്നലെ ഹെൽപ്പ് ചെയ്തതെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അവർക്ക് ആ ഒരു ഫാസ്റ്റ് ബോളിംഗ് ബോൾസ് ചെയ്തേ പറ്റൂ. ഇപ്പോൾ ചെപ്പോക്കിൽ വേണ്ടായിരിക്കും, പക്ഷെ പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ മറ്റുള്ള സ്റ്റേഡിയത്തിലേക്ക്, മറ്റുള്ളവരുടെ എവേ മാച്ചിൽ ഞാൻ പറഞ്ഞ പല സ്റ്റേഡിയങ്ങളിലേക്ക് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, 3-4 സ്ഥലങ്ങൾ പറഞ്ഞു, അവിടെയൊക്കെ പോകുമ്പോൾ ഈ ഫാസ്റ്റ് ബൗളേഴ്സ്, അതായത് വിക്കറ്റ് ടേക്കിംഗ് സ്ട്രൈക്കിംഗ് എബിലിറ്റി ഉള്ള ഫാസ്റ്റ് ബൗളേഴ്സ് ഇല്ലെങ്കിൽ അവിടെ പണി കിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സ്പിന്നെ തുണയ്ക്കുന്ന പിച്ചാണ് ഇവിടെ, പക്ഷെ അവിടെയൊക്കെ സ്പിന്നെ അങ്ങനെ തുണച്ചോളണമെന്നില്ല. ഈ വെറും ഒരു ബൗളർമാരെ ഒരു തരത്തിലും ഹെൽപ്പ് ചെയ്യാത്ത പിച്ചൊക്കെ വരുമ്പോൾ ഇപ്പം പടപടാന്ന് അടി വീഴും. ഈ ഒരു സ്പിൻ കൊണ്ട് അവരെ ചോക്ക് ചെയ്യാന്നുള്ളത് ചെപ്പോക്കിൽ നടക്കുന്ന പോലെ എല്ലാ സ്റ്റേഡിയത്തിലും പറ്റുന്ന കാര്യമല്ല. അപ്പോൾ അവർ ആ ഫാസ്റ്റ് ബൗളിങ്ങും അവർ കൃത്യമായിട്ട് സോർട്ട് ചെയ്യണം. ഇനി പതിനാനെ തന്നെ വേണമെങ്കിൽ പതിനാനെ പവർ പ്ലേയിൽ യൂസ് ചെയ്തിട്ട് എങ്ങനെ വരുന്നു എന്ന് നോക്കണം. അല്ലാത്ത പക്ഷം അവർക്ക് കാര്യങ്ങൾ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടായി മാറും. അപ്പോൾ ഇത് സീസണിന്റെ തുടക്കമാണ്, 2ാമത്തെ മത്സരമേ ആയിട്ടുള്ളൂ. അവർക്ക് തീർച്ചയായിട്ടും തിരിച്ചു വരാനും ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാനും അത് തിരിച്ചു വരാനും ഇഷ്ടം പോലെ സമയം അവർക്ക് ഇനി ബാക്കിയുണ്ട്. എന്നാൽ അവർ ഇത് ചെയ്യാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞ പോലെ 7-5 എന്നൊരു മാജിക് നമ്പറിൽ ഒരെണ്ണം ഓൾറെഡി പോയി ഇന്നലെ,
അതുപോലെ ഹോം ഗ്രൗണ്ടിൽ ഇനിയും പണി കിട്ടിയാൽ എവേ ഗ്രൗണ്ടിലൂടെ ആ ഒരു പ്രശ്നങ്ങൾ ആവർത്തിച്ചാൽ CSK ഒരു ടഫ് സീസൺ ആയിട്ട് മാറും. എനിക്ക് ഇപ്പോഴും തോന്നുന്നത്, ഞാൻ എൻ്റെ അനാലിസിസ് വീഡിയോയിലും പറഞ്ഞത് CSK പ്ലേ ഓഫിലെത്താൻ നല്ല ചാൻസ് ഉണ്ട് എന്ന് തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അവർ ഇതൊരു ഫോർട്ട് ആക്കുക എന്നുള്ളതാണ് ചെപ്പോക്ക്. അപ്പോൾ ഇന്നലെ സംഭവിച്ചത് വീണ്ടും സംഭവിക്കാതിരിക്കട്ടെ. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ചാൻസ് ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ, ആ ബാറ്റിങ്ങിൻ്റെ മിഡിൽ ഓർഡർ അവർ സോർട്ട് ചെയ്യണം, ബൗളിങ്ങിൻ്റെ കാര്യത്തിലും അവർ സോർട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ അവർക്ക് മുന്നോട്ട് കുറച്ചുകൂടി സക്സസ്ഫുൾ ആയിട്ട് പോകാൻ കഴിയും. ഇനി RCBയുടെ കാര്യം പറഞ്ഞാൽ RCB ഇപ്പോൾ ഒരു കോൺഫിഡൻസ് ഹൈ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ടീമിൽ യാതൊരു മാറ്റങ്ങളും ഒരു സമീപ മത്സരങ്ങളിൽ, അതായത് ഇനി മത്സരങ്ങൾ 2-3 മത്സരങ്ങൾ തോറ്റാലല്ലാതെ ഈ ഒരു 11-ൽ അല്ലെങ്കിൽ ഈ ഒരു പ്ലേയിങ് 12-ൽ മാറ്റങ്ങൾ കാണുന്നില്ല. കാരണം വെൽ സോർട്ടഡ് ആണ്. ഇപ്പോൾ ചെപ്പോക്ക് പോലെ സ്പിന്നെ തുണയ്ക്കുന്ന ഒരു പിച്ചിൽ അവർ ആകെ കൃണാൽ പാണ്ഡ്യ എന്ന് പറയുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്പിന്നർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർക്ക്. എന്നിട്ടും അവർ 10 ഓവറിൽ ഒരു 85-86 റൺസ് എന്തോ കൊടുത്തിട്ടുള്ളൂ. 9 ഓവറിൽ CSKയുടെ സ്പിന്നേഴ്സ് 95 കൊടുത്ത സ്ഥാനത്താണ് ഇവർ 10 ഓവറിൽ 86 റൺസ് കൊടുത്തിരിക്കുന്നത്. അതായത് അവിടെ 10 മുകളിലാണ് CSKയുടെ ഇക്കോണമി റേറ്റ്. ഇവിടെ വരുമ്പോൾ 8.9 താഴെ നിർത്താൻ RCBയുടെ ഫെയർലി ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബോളേഴ്സിന് കഴിഞ്ഞു. അവരുടെ സ്ട്രെങ്ത് പേസ് ബോളിംഗ് ആണ്. ഹേസൽവുഡും ഭുവനേശ്വർ കുമാറും പവർ പ്ലേയിൽ നന്നായിട്ട് എറിയും. അപ്പോൾ അവർക്ക് പേസിനെ തുണയ്ക്കുന്ന ഒരു സിറ്റുവേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇവർ ഭയങ്കര ലീതലാവും. അതായത് പവർ പ്ലേയിൽ തന്നെ എതിരാളികളുടെ ആ ഒരു ബാറ്റിങ്ങിൽ ഡെൻറ്റ് വീഴ്ത്താൻ ഇവർക്ക് തീർച്ചയായിട്ടും കഴിയും. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു പ്ലേയിങ് ടോൾ ഇപ്പോൾ ഐഡിയലാണ്. ഇനി കാര്യമായ ഒരു മാറ്റങ്ങളും ഞാൻ ഈ സമീപ മത്സരങ്ങളിലൊന്നും കാണുന്നില്ല. അടുത്ത മത്സരം അവർ ബാംഗ്ലൂരിലാണ് കളിക്കുന്നത്. ഒരു മാറ്റവും ഞാൻ കാണുന്നില്ല. ചിലപ്പോൾ സുയാഷ് ശർമ്മയ്ക്ക് പകരം വേണമെങ്കിൽ, അല്ലെങ്കിൽ ആർക്കെങ്കിലും പകരം വേണമെങ്കിൽ റസീദ്ദാറിനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എങ്കിലും അതും ഞാൻ കാണുന്നില്ല. ഇനി സിറ്റുവേഷൻസ് അനുസരിച്ച് ഇമ്പാക്ട് പ്ലെയറിൽ മാത്രം ഒരു ചേഞ്ച് മാത്രമേ ഞാൻ അവിടെ ഒരു സമീപഭാവിയിൽ ഞാൻ അടുത്ത മത്സരങ്ങളിലൊക്കെ ഞാൻ കാണുന്നുള്ളൂ. അപ്പോൾ RCBയുടെ കാര്യം വളരെ സെറ്റാണ്. ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോയാൽ തീർച്ചയായും അവർക്ക് പ്ലേ ഓഫിൽ കയറാനുള്ള കാര്യമുണ്ട്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ RCBയുടെ ആദ്യ 2 മത്സരങ്ങളും ടഫ് മാച്ചസ് ആയിരുന്നു. ഒന്ന് ഡിഫെൻഡിങ് ചാമ്പ്യൻസിനെതിരെ അവരുടെ ഹോം ഗ്രൗണ്ടിൽ, 2 ഇതേവരെ ഒരു വട്ടം മാത്രം IPLന്റെ ചരിത്രത്തിൽ ഒരു തവണ മാത്രം ജയിച്ചിട്ടുള്ള ചെപ്പോക്കിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ പോലൊരു ഫോർമിഡബിൾ സ്പിൻ അറ്റാക്കിനെതിരെ. ഈ 2 കടമ്പകളും അവർ കടന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ സ്കൈ ഹൈ ആയിരിക്കും. ഇവർ ഫോം ചെയ്തിരിക്കുന്നത് ബാംഗ്ലൂർ പോലെ റൺസ് ഒഴുകുന്ന പിച്ചിൽ ഏത് വലിയ സ്കോറും നേടാൻ കഴിയുന്ന, ഏത് വലിയ സ്കോറും ചേസ് ചെയ്യാൻ കഴിയുന്ന ഒരു യൂണിറ്റിനെയാണ് ഇവർ ബിൽഡ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ബാംഗ്ലൂരിലേക്ക് പോകുമ്പോഴായാലും ഇവരുടെ കോൺഫിഡൻസ് ഹൈ ആയിരിക്കും. ഈ 2 ഡിഫിക്കൽട്ട് മാച്ചസിൽ മികച്ച രീതിയിൽ വളരെ ഡോമിനേറ്റിംഗ് ആയി ഇവർക്ക് ജയിക്കാൻ കഴിയുമെങ്കിൽ ഇനി ബാംഗ്ലൂരിൽ ചെന്നാലും ഈ ഒരു പ്രകടനം ആവർത്തിക്കാൻ കഴിയുമെന്നൊരു കോൺഫിഡൻസ് അവർക്കുണ്ട്. RCB എന്ന് പറഞ്ഞാൽ 2017 ശേഷം ഏറ്റവും മോശം ഹോം റെക്കോർഡുള്ള ടീമാണ്. പക്ഷേ ആ ടീം ബിൽഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ റൺസ് ഒഴുകുന്ന പിച്ചിൽ മാക്സിമം ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയാണ്. ആൻഡി ഫ്ലവറും ദിനേശ് കാർത്തിക്കും ആ ഒരു മാനേജ്മെന്റ് ഇങ്ങനൊരു സ്ക്വാഡ് ഫോം ചെയ്തിരിക്കുന്നത്. ഇത് വളരെ ഏർലിയാണ്. അതായത് ഈ 2 ടീമുകളുടെയും 2 മത്സരങ്ങൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ എങ്കിലും ആ ഒരു ബിലീഫ് വെച്ചിട്ട് ആ ഒരു മുന്നോട്ട് പോകുന്ന ഒരു ഫ്ലോ കണ്ടിട്ട് RCB പ്ലേ ഓഫ് കളിക്കാൻ നല്ല സാധ്യത ഞാൻ കാണുന്നുണ്ട്. അതുപോലെ എടുത്തു പറയേണ്ട, ഞാൻ ഈ വീഡിയോയിൽ മിസ്സായി പോയ ഒരു കാര്യമാണ് രജത് പട്ടിദാറിന്റെ ക്യാപ്റ്റൻസി. വളരെ മികച്ച രീതിയിലാണ് രജത് പട്ടിദാർ RCBയെ നയിക്കുന്നത്. അതും RCBക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. എന്താണ് ഇന്നലത്തെ മത്സരത്തെ പറ്റി നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.